കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയോട് ഹൈക്കമാൻഡ് വിശദീകരണം തേടി. എ.കെ. ആന്റണിയും മുകുൾ വാസ്നിക്കും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി സവാദ് മുഹമ്മദുണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, എന്താണ് വിവരങ്ങൾ? പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയോടുള്ള വിശ്വാസം ഹൈക്കമാൻഡിന് കുറഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വരെ ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനെ സോണിയാഗാന്ധി വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കിയിരുന്നു. ഇതിനുശേഷം മുതിർന്ന നേതാവ് A.K. ആന്റണിയും സോണിയാഗാന്ധി വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കി. ഇതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ സാഹചര്യങ്ങൾ വിശദമാക്കിയുള്ള റിപ്പോർട്ട് തേടാൻ സോണിയാഗാന്ധി ഇരുവർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ സരിത എസ് നായർ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സോണിയാഗാന്ധി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തൃശൂർ വിജിലൻസ് കോടതിയുടെ വിധി വരുന്നതിന് മുമ്പാണ് സോണിയാഗാന്ധി മുകുൾ വാസ്നിക്കുമായും A.K. ആന്റണിയുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സരിത എസ് നായരുടെ വെളിപ്പെടുത്തൽ അത് തന്നെ വലിയ ഗൗരവതരമായ ഒരു വിഷയമായിട്ടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ അകലെ മാത്രമുള്ളപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സർക്കാരിനെതിരെ വരുന്നത് ഒട്ടും തൃപ്തിയോടെയല്ല ഹൈക്കമാൻഡ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു വിശദീകരണം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ഹൈക്കമാൻഡ് തേടിയിരിക്കുന്നത്. സവാദ്, കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഈ കൂടിക്കാഴ്ച തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? മറ്റെന്തെങ്കിലും വഴികളാണോ തുറന്നു കാണുന്നത്? എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഹൈക്കമാൻഡ് എടുത്തൊരു സമീപനം പോലെ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും പിന്തുണക്കുക എന്ന നിലപാടിൽ നിന്ന് ഹൈക്കമാൻഡ് ഇപ്പോൾ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നേരിട്ട് രാജി ആവശ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ആ ഒരു സാധ്യത കൂടി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.